ആ മുദ്ര വെച്ച കവറിൽ ഒളിപ്പിച്ചിരിക്കുന്ന പേര് ആരുടേത്? VD-യുടേതോ, RC-യുടേതോ, അതോ KC-യുടേതോ? സസ്പെൻസ് പൊട്ടിക്കുക നിയമസഭാ കക്ഷി യോഗത്തിലാകുമോ, അതോ അതിനു മുൻപ് നമുക്ക് തീരുമാനം അറിയാൻ സാധിക്കുമോ? തലസ്ഥാനത്ത് MLA-മാർ 1 മണിയോടെ എത്തുകയാണ്. 2 മണിക്ക് UDF MLA-മാരുടെ സംയുക്ത യോഗമടക്കം ചേരുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം മാസ് റോഡ് ഷോയോടുകൂടി തന്നെയാണ് ലോക് ഭവനിലേക്ക് മുഖ്യമന്ത്രി ആയി നിശ്ചയിച്ച ആൾ ഗവർണറെ കാണാൻ പോവുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 11 ദിവസമായി ഉണ്ടാകുന്ന ഉദ്യോഗത്തിന് ഇന്ന് തിരശ്ശീല വീഴും എന്ന് പ്രതീക്ഷിക്കാമോ? ആരായിരിക്കും ഈ പോരിൽ വിജയിക്കുക? നിയമസഭാ കക്ഷിയിലും MP-മാരിലും നേതാക്കന്മാരിലുമുള്ള ഭൂരിപക്ഷമാണെങ്കിൽ KC വേണുഗോപാലാകും. ജനവികാരമാണ് മുഖ്യമന്ത്രിയെങ്കിൽ സതീശൻ മുഖ്യമന്ത്രിയാകും. ഒത്തുതീർപ്പെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് നറുക്കു വീഴും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഇന്നുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞ പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷേ ഇനിയുള്ള മന്ത്രിസഭയുടെ മുന്നോട്ടുള്ള പോക്ക് ഏത് തരത്തിലായിരിക്കും എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. KC പിന്മാറിയാൽ അത് രമേശിന് അനുകൂലമാകുമോ? സതീശൻ തൻ്റെ പിടിവാശി KC-യുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ നിശ്ചയിച്ചാൽ അതിൽ നിന്ന് പിന്മാറുമോ? അങ്ങനെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. 11 ദിവസം ആ പ്രഖ്യാപനം ഉണ്ടാകുമോ? ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു കേരളം. VD-യോ, KC-യോ, RC-യോ? പ്രഖ്യാപനം ഉച്ചയോടെ ഉണ്ടായേക്കും. നിയമസഭാ കക്ഷി യോഗം ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ. എറണാകുളത്ത് നിന്ന് തലസ്ഥാനത്തേക്ക് തിരിച്ച് VD സതീശൻ കുടുംബാംഗങ്ങളുമൊപ്പം. തിരുവനന്തപുരത്ത് തുടർന്ന് രമേശ് ചെന്നിത്തല. KC വേണുഗോപാൽ ഡൽഹിയിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. മുഖ്യമന്ത്രിയെ കാത്ത് ഘടകകക്ഷികളും. തീരുമാനം വന്ന ശേഷം മന്ത്രിമാരെ നിശ്ചയിക്കാൻ ലീഗ്. ഇന്ന് യോഗം ചേരും. ജോസഫ് തിരുവനന്തപുരത്ത്. കേരള കോൺഗ്രസ് യോഗവും ഇന്ന്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷ വിമർശനം. കണ്ണൂരിലെ പാർട്ടിയിലെ കലാപം ഗൗരവത്തോടെ കാണണം. വെള്ളാപ്പള്ളിയോടുള്ള പിണറായിയുടെ സമീപനത്തിൽ വിയോജിപ്പ്. CPI-ക്ക് നേരെയും വിമർശനം. സംസ്ഥാന സമിതി ഇന്നും തുടരും. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI പരിശോധന തുടരുന്നു. ഇന്നലെ പിടിയിലായത് 5 പ്രതികൾ. അന്വേഷണം കേരളത്തിലേക്കും. അമേരിക്കയ്ക്ക് വീണ്ടും മുന്നറിയിപ്പുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്കിലൂടെ ആയുധങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. മണ്ടത്തരം ചെയ്യാൻ ആഗ്രഹിച്ചാൽ പേർഷ്യൻ ഉൾക്കടൽ അമേരിക്കൻ മറീനുകളുടെ ശ്മശാനമാക്കി മാറ്റുമെന്നും ഇറാൻ. ഹോർമുസ് പൂർണ്ണമായും ഇറാന്റെ നിയന്ത്രണത്തിലെന്നും സൈനിക വക്താവ്. യുറേനിയം സമ്പുഷ്ടീകരണം 90% ഉയർത്തുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. പ്രഖ്യാപനം ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ പുതിയ സൈനിക നടപടിക്ക് അമേരിക്ക ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇറാനെ ഒരു തരത്തിലും ആണവായുധം കൈവശം വെക്കാൻ അനുവദിക്കില്ലെന്ന് ട്രംപ്. ബെന്യാമിൻ നെതന്യാഹുവിന്റെ UAE സന്ദർശനത്തെ ചൊല്ലി വാഗ്വാദം. രാജ്യം സന്ദർശിച്ചതായുള്ള അവകാശവാദം തള്ളി UAE. യുദ്ധത്തിനിടെ UAE-യിൽ രഹസ്യ സന്ദർശനം നടത്തിയെന്ന ഇസ്രായേൽ. കണക്ക് പറയിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. ട്രംപിന്റെ ചൈന സന്ദർശനത്തിൽ ആകാംക്ഷയോടെ ലോകം. ഇന്ന് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെ ചർച്ച. വിവിധ വ്യാപാര കരാറുകളിലും ഒപ്പുവെക്കും. പാകിസ്ഥാനിലെ കൊക്കൈൻ ക്യൂൻ പിടിയിൽ. പാകിസ്ഥാൻ പോലീസ് പിടിച്ചത് 31-കാരിയായ അൻമോൾ എന്ന പിങ്കിയെ. വമ്പൻ മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാനി. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നും ആയുധങ്ങളും പിടിച്ചു. വിൽപ്പന ക്വീൻ മാഡം പിങ്കി എന്ന സ്വന്തം ബ്രാൻഡ്. അന്താരാഷ്ട്ര സർവീസുകൾ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചും എണ്ണം കുറച്ചും എയർ ഇന്ത്യ. വിമാന ഇന്ധനത്തിലുള്ള നിരക്ക് കുതിച്ചുയരുന്നതും വ്യോമപാത നിയന്ത്രണങ്ങളും തടസ്സം. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നിയന്ത്രണം. റെക്കോർഡുകളുടെ രാജകുമാരനായി കിങ് കോഹ്ലി. ഏറ്റവും കൂടുതൽ IPL മത്സരങ്ങൾ കളിച്ച താരം. ഇന്നലത്തേത് 279 മത്സരം. മഹേന്ദ്ര സിംഗ് ധോണിയെ പിന്തള്ളി. 2020-ൽ 14,000 റൺസ് വേഗത്തിൽ പിന്നിടുന്ന
താരമെന്ന റെക്കോർഡും സ്വന്തം. നേട്ടം 409 ഇന്നിംഗ്സുകളിൽ നിന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്ത അനുസരിച്ച് കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്കായി വിളിച്ചിരിക്കുന്നു. കെ.സി. അല്പം മുമ്പാണ് കെ.സിയുടെ ഡൽഹിയിലെ വസതിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കം എന്ന് തന്നെ വേണം കരുതാൻ. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി മോഹികളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മത്സര രംഗത്തുള്ള ഏറ്റവും പ്രധാനി തന്നെയാണ് കെ.സി. ഹൈക്കമാൻഡിന്റെ മനസ്സിലും കെ.സി. ഉണ്ടായിരുന്നു ആദ്യ ഘട്ടം മുതൽ തന്നെ. പക്ഷേ VM സുധീരന്റെയും AK ആന്റണിയുടെയും ലീഗിന്റെയും മറ്റും ഇടപെടൽ ഹൈക്കമാൻഡിനെ ഒന്ന് മാറ്റി ചിന്തിപ്പിച്ചിരിക്കുന്നു എന്ന സൂചനകൾക്കിടയിലാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരിക്കുന്നത്. നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണിത്, സംശയമില്ല. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം കെ.സിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ എന്താണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലുള്ളത് എന്ന് കെ.സിയെ ധരിപ്പിക്കുക എന്ന അടക്കമുള്ള ലക്ഷ്യങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഡൽഹിയിൽ നടക്കുന്നു എന്ന സുപ്രധാനമായ സൂചനകൾ തന്നെ ഇപ്പോൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി കാണാനായി വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്ക് നൽകാനുള്ളത്. കെ.സി. രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകണം. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആകുന്ന കാര്യത്തിൽ എന്തായാലും തീരുമാനമുണ്ടാകുമെന്ന് വേണം കരുതാൻ. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പാകും AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തിറക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തുടർന്ന് 1 മണിക്ക് ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ KPCC നിയമസഭാ കക്ഷി യോഗം ഇന്ദിരാഭവനിൽ നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാകും കോൺഗ്രസ് അധ്യക്ഷൻ തെരഞ്ഞെടുത്ത പേര് നിയമസഭാ കക്ഷി യോഗത്തിൽ അറിയിക്കുക. BV അരുണ്, ഡാൻ കുര്യന്, നവമി അനുമോദ് എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം BV അരുണിലേക്ക്. അരുണുള്ളത് കണ്ടോൺമെന്റ് ഹൗസിലാണ്. അവിടെ ഏതാനും മണിക്കൂറുകൾക്കകം VD സതീശൻ അങ്ങോട്ടേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അതോ KPCC ഓഫീസിലേക്കാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അരുണ്, നമ്മൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ് ഇത് തന്നെയാണ്. കെ.സി. വേണുഗോപാലിനെ രാഹുൽ ഗാന്ധി വിളിപ്പിച്ചിരിക്കുകയാണ് കാണാൻ. എന്തിനായിരിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊക്കെ ആകാംക്ഷയുണ്ട്. അതെന്താണെന്നുള്ളത് ഹൈക്കമാൻഡിന്റെ മനസ്സിൽ മാത്രമാണുള്ളത്. പക്ഷെ നമുക്ക് ചില അഭ്യൂഹങ്ങൾ മാത്രമാണ്. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? എത്ര മണിയോടുകൂടി പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ഫലം കാത്തിരിക്കുന്ന കേരളത്തിലെ വോട്ടർമാരിലേക്ക്, ജനങ്ങളിലേക്ക് നമുക്ക് മുഖ്യമന്ത്രിയുടെ പേരെത്തിക്കാനാകും? 1 മണിയോടുകൂടിയാകും ആ തീരുമാനം പ്രഖ്യാപിക്കപ്പെടുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാവിലെ 9:00-ക്ക് ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്ത് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചത്. പക്ഷേ അവർ എത്തുന്ന വൈകും. 10:00-ഓടുകൂടി മാത്രമേ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 11 മണിക്ക് മുകുൾ വാസ്നിക്കും അതുപോലെ തന്നെ അജയ് മാക്കാനും 2 നിരീക്ഷകർ KPCC കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രിയെ കാര്യത്തിൽ നിയമസഭാ കക്ഷിയുടെ മനസ്സറിയാൻ, നിലപാടറിയാൻ AICC ചുമതലപ്പെടുത്തിയ 2 നിരീക്ഷകർ അവരും 11 മണിയോടുകൂടി എത്തിച്ചേരും. പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് 11 മണിക്ക് തന്നെ കന്റോൺമെന്റ് ഹൌസ് തന്നെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ കാത്താണ് കന്റോൺമെന്റ് ഹൌസ് ഉള്ളത്. ഏറ്റവും നിർണായകമായ തീരുമാനം വരാനിരിക്കുന്ന ദിവസം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ ദിവസമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. അത് ഹൈക്കമാൻഡിൽ നിന്ന് അദ്ദേഹത്തിന് അനുകൂലമായ പച്ചക്കൊടിയാണെങ്കിലും അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ആയാലും ഏത് വന്നാലും VD സതീശന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ദിവസമാണ്. ഇതിന്റെ ഓഫീസിൽ ആളുകൾ ഇവിടെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്നലെ കണ്ടതാണ് വലിയ ആൾക്കൂട്ടം അദ്ദേഹത്തിന്റെ ആലുവയിലെ വസതിയിൽ. നേരത്തെ VD സതീശൻ ഇവിടെ മുഖ്യമന്ത്രി ആയേക്കുമെന്ന സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രവർത്തകരുടെ, നേതാക്കളുടെ എണ്ണം ഇവിടെയും ഉണ്ടായിരുന്നു. ഈ കന്റോൺമെന്റ് ഹൗസിലും ഉണ്ടായിരുന്നു. ഇനി അറിയേണ്ടത് ഹൈക്കമാൻഡിന്റെ തീരുമാനം ആരെയാണ് മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. തീരുമാനങ്ങൾ ആയിക്കഴിഞ്ഞു. കെ.സി. വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച ഈ അവസാനവട്ട ചർച്ചകളുടെ ഒരുപക്ഷെ VD സതീശൻ എന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടെ VD സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ കെ.സി. വേണുഗോപാലിന്റെ പിണക്കം മാറ്റണം, കെ.സി. വേണുഗോപാലിനെ അനുനയിപ്പിക്കണം. ഒരു തരത്തിലും കെ.സി. വേണുഗോപാലിന്റെ ഒരു അനിഷ്ടം തീർച്ചയായും അത് പ്രധാനമാണ്. ആരുടെ ഒന്ന് തുടരുക. ഇപ്പോൾ കിരൺ ബാബു കൂടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. കിരൺ, ഏറ്റവും ഒടുവിൽ നമ്മൾ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട വിവരം ഇത് തന്നെയാണ്. കെ.സി. വേണുഗോപാലിനെ രാഹുൽ കാണാനായി വിളിപ്പിച്ചിരിക്കുന്നു. രാഹുലിന് എന്തോ കെ.സിയോട് അറിയിക്കാനുണ്ട്, പറയാനുണ്ട്. എന്താണെന്നുള്ളത് അഭ്യൂഹങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ആകാംക്ഷയുടെ പുറത്ത് എന്താണ് എന്ന് നമുക്ക് വളരെ വ്യക്തതയുമില്ല. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്തായിരിക്കും കിരൺ? അഭിലാഷേ, ഇവർ തമ്മിൽ കൂടിക്കാഴ്ചയിൽ എന്താണ് സംസാരിക്കുന്നത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ അതിൽ ഒരു കാര്യം വ്യക്തമാണ്.
ഇപ്പോൾ കെ.സി. വേണുഗോപാലിനെ വിളിപ്പിക്കണമെങ്കിൽ സ്വാഭാവികമായും മറിച്ച് കെ.സി. വേണുഗോപാലിന്റെ പേരാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു വിളിപ്പിക്കേണ്ട സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാവുന്നില്ല. അവിടെ മറിച്ചൊരു തീരുമാനം ഉണ്ടാവുന്നു. അത് ആ തീരുമാനം കെ.സി. വേണുഗോപാലിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. കെ.സി. വേണുഗോപാലിനെ എന്തായാലും തീരുമാനം പ്രഖ്യാപിക്കും മുമ്പ് അറിയിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയാണ്. ആ വിഷയത്തിൽ എന്തായാലും അങ്ങനെ ഒരു അറിയിപ്പ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നു. അതിൽ അദ്ദേഹത്തിന് അനുനയം സ്വാഭാവികമായും സ്വീകരിക്കേണ്ടി വരുന്നു. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ കെ.സി. വേണുഗോപാലിനോട് സാഹചര്യം ഇതാണ്, നിങ്ങൾ അതിൽ അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ മറിച്ചൊരു നിലപാട് സ്വീകരിക്കാൻ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടിലേക്കാണ് വി.ഡി. സതീശനിലേക്കാണ് പോകുന്നത് എന്ന് വേണം കരുതാൻ. ചിലപ്പോൾ അന്തിമ നിമിഷത്തിൽ കെ.സി. വേണുഗോപാൽ എന്നാൽ പറ്റില്ലെങ്കിൽ വി.ഡി. സതീശൻ പറ്റില്ല, രമേശ് ചെന്നിത്തലയിലേക്ക് പോകാം, അങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹം വെക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് എന്താണ് അദ്ദേഹം രാഹുൽ ഗാന്ധി എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് വെക്കുന്നത്? വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള ഉറച്ച നിലപാടാണോ മുന്നോട്ട് വെക്കുന്നത്? തൽക്കാലം കെ.സി. മാറി നിൽക്കൂ എന്നത് മാത്രമാണോ പറയുന്നത്? മറ്റാര് വരണം എന്നത് ആലോചിക്കാമെന്നുള്ളതാണോ? അത് അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു ഉത്തരം കൂടിയാണ്. എന്നാലും എ.കെ. ആന്റണിയുടെ നിലപാട് കൂടി ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുണ്ട് എന്നതാണ് സൂചന. എ.കെ. ആന്റണിയുമായി ഒരു കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരിട്ട് ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം കേരളത്തെ സംബന്ധിച്ച് ചില സുപ്രധാനമായ വിവരങ്ങൾ, അദ്ദേഹത്തിന്റേതായ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ നിലപാട് അറിയാൻ വേണ്ടി കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും അദ്ദേഹവുമായി ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഒന്നും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. പക്ഷേ നേരത്തെയും അദ്ദേഹം എ.കെ. ആന്റണിയുടെ നിലപാട് അങ്ങനെയാണ്. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയുന്ന ഒരു ശീലം എ.കെ. ആന്റണിക്കില്ല. അതുകൊണ്ട് തന്നെ ആന്റണിയുടെ നിലപാട് നിർണായകമായി ആവും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിർണായകമായി എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. എന്തായാലും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടായേക്കും. അതിന്റെ അവസാന പടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ മൂന്ന് നേതാക്കളെ അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം ഹൈക്കമാൻഡ് നേരിട്ട് വിളിച്ച് കാര്യം സംസാരിക്കുന്നത്. ഇത്തരം ഒരു സംസാരത്തിന് ശേഷമാവും പ്രഖ്യാപനം ഉണ്ടാകുക. സ്വാഭാവികമായും ഇതിനുശേഷം ചിലപ്പോൾ രമേശ് ചെന്നിത്തലയും വിളിച്ചേക്കും. അതിനുശേഷം ആയിരിക്കും പ്രഖ്യാപിക്കുന്ന ആരുടെ പേരാണോ വി.ഡി. സതീശനാണെങ്കിൽ വി.ഡി. സതീശനെ ചിലപ്പോൾ ഏറ്റവും അവസാനമാവും വിളിക്കുക. അതിനുശേഷമാവും പ്രഖ്യാപനം നടക്കുക. തീർച്ചയായും അത് തന്നെയാണ് കിരൺ പറഞ്ഞതിൽ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കാരണം ഒരു മുഖ്യമന്ത്രിയായി അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ ആയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടാവില്ല. കാരണം അത്തരം കൂടിക്കാഴ്ചയുടെ ആവശ്യമുണ്ടാവില്ല. അതാണ് പ്രധാനം. മറ്റെന്തെങ്കിലും മറിച്ചുള്ള തീരുമാനം ഒരുപക്ഷെ RCO വീഡിയോ ആണ് എങ്കിൽ അത് ധരിപ്പിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഒരുപക്ഷെ കെ.സി. വേണുഗോപാലിൻ്റെ പേരിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകേണ്ട ഒരു നേതാവ് കൂടിയാണ് കെ.സി. വേണുഗോപാൽ എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അരുണ്, ഇപ്പോൾ കിരൺ പറഞ്ഞതിൽ പല പല കാര്യങ്ങൾ നമുക്ക് ഇത് വായിച്ചെടുക്കാം. ഇത്തരം ചില തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന ഒരാകാംക്ഷയുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഏറ്റവും ഒടുവിൽ ഏതെങ്കിലും സന്ദേശം വി.ഡി. സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടോ? ഒരു സന്ദേശവും ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ആളുകളും ഒക്കെ പറയുന്നത്. പക്ഷേ വി.ഡി. സതീശൻ ഇന്ന് എറണാകുളത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ദേശത്തെ വസതിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് കുടുംബാംഗങ്ങളുമായിട്ടാണ്. അതാണ് ഒരു പോസിറ്റീവ് കാര്യം. വി.ഡി. സതീശനെ കേന്ദ്രീകരിച്ച് സംഭവിക്കുമോ എന്ന അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനം ഒന്ന്. അതിനപ്പുറത്തേക്ക് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഈ മൂന്ന് നേതാക്കൾക്കും ഒരുപക്ഷെ കെ.സി. വേണുഗോപാലിന് എന്തെങ്കിലും വിവരം ലഭിച്ചിരിക്കണം. മറ്റ് രണ്ട് നേതാക്കൾക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. ഏതായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് വി.ഡി. സതീശൻ ക്യാമ്പ് എപ്പോഴും ഉള്ളത്. വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സ്വാഭാവിക ചോയ്സായി ഉയർന്നു വരും. ഇപ്പോൾ രാഹുൽ ഗാന്ധി കെ.സി. വേണുഗോപാൽ വിളിപ്പിച്ചത് തന്നെ അത്തരമൊരു അനുനയ ചർച്ചയുടെ ഭാഗമായിട്ടാകാം എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഖാർഗെയുമായുള്ള ഇന്നലെ കൂടിക്കാഴ്ചയിൽ കെ.സി. വേണുഗോപാൽ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹം ഇന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയെ കാണാൻ പോകുമ്പോൾ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി ഒരു സമവായ പാതയിൽ കെ.സി. വേണുഗോപാൽ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായ ഒരു കൂടിക്കാഴ്ചയാണോ എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. ഏതായാലും ഇന്ന് ഉച്ചയോടുകൂടി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് നമുക്കിപ്പോൾ ഉറപ്പിക്കാം. ഇന്ന് ഗവർണറെ കാണാനുള്ള സമയവും കോൺഗ്രസ് നേതൃത്വം തേടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് ശേഷം രാജ്ഭവനിലെത്തി നിയുക്ത മുഖ്യമന്ത്രി ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചേക്കാം. അതിനുവേണ്ടിയാകാം ഘടകകക്ഷി നേതാക്കൾ കൂടി ഇവിടേക്ക് എത്തുന്നത്. ഘടകകക്ഷി നേതാക്കളും ഒപ്പം പോകും. അങ്ങനെ പോകുമ്പോൾ ഒരു റോഡ് ഷോയൊക്കെ ഇത് മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. സമാന്തരമായി ഞായറാഴ്ച സത്യപ്രതിജ്ഞയ്ക്കുള്ള ക്രമീകരണങ്ങളിലേക്കും കോൺഗ്രസ് നേതൃത്വവും സർക്കാരുമായി കടക്കുന്നുണ്ട്.
എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ക്രമീകരണം ഏർപ്പെടുത്താനാണ് നിർദ്ദേശം പോയിരിക്കുന്നത്. അതും ഇന്ന് ഉച്ചയോടുകൂടി ഫൈനലൈസ് ചെയ്യപ്പെടും. ശനിയാഴ്ച വേണമോ ഞായറാഴ്ച വേണമോ സത്യപ്രതിജ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും വി ഡി സതീശൻ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. രമേശ് ചെന്നിത്തലയും പൂർണ്ണമായും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഒരു പക്ഷേ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാട് ഹൈക്കമാൻഡ് ശക്തമായി എടുത്താൽ അവിടെ ഒരു സമവായ സ്ഥാനാർത്ഥി നിലയിൽ രമേശ് ചെന്നിത്തലയുടെ പേര് കെ സി വേണുഗോപാൽ മുന്നോട്ട് വയ്ക്കുമോ എന്നൊരു ആശങ്ക കൂടി വി ഡി സതീശൻ ക്യാമ്പിന് ഉണ്ട്. അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പ്രതീക്ഷയും അത്തരത്തിലാണ് ഉണ്ടാകുന്നത്. ഏതായാലും 11 മണിയോടുകൂടി AICC നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും എത്തും. 1 മണിക്ക് KPCC ആസ്ഥാനത്ത് നിർണായകമായ നിയമസഭാ കക്ഷി യോഗം ചേരും. നേരത്തെ തീർച്ചയായും സസ്പെൻസ് ആണ് കേരളത്തിലെ കാര്യത്തിൽ എന്നതിൽ സംശയമില്ല. സസ്പെൻസ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഏതായാലും ദീപാദാസ് മുൻഷിയും മുകുൾ വാസ്നിക്കും ഇപ്പോഴും ഡൽഹിയിൽ തുടരുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നൽകാനുണ്ട്. അവർ ചാർട്ടേഡ് ഫ്ലൈറ്റിലോ മറ്റോ ആയിരിക്കുമോ കേരളത്തിലേക്ക് വരിക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം അവർ 1 മണിക്ക് മുൻപ് ഇവിടെ എത്തുകയും ഈ നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കുകയും ഈ പേരടക്കം പറയുകയും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഈ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ള സൂചനകൾ കൂടിയാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനെ നിങ്ങൾ മുഖ്യമന്ത്രി ആവില്ല എന്നറിയിച്ചാൽ തനിക്ക് സതീശൻ വേണ്ട, രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി ആക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയോ മറ്റും ചെയ്താൽ അത് വീണ്ടും ഈ തീരുമാനത്തിന്റെ ഒരു വൈകല്യത്തിലേക്ക് കടക്കുകയും മറ്റും ചെയ്യും, സംശയമില്ല. ഏതായാലും വി ഡി സതീശൻ ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിലേക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തുണ്ട്. കെ സി വേണുഗോപാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഡാൻ കുര്യൻ കൂടി നമ്മോടൊപ്പം KPCC ആസ്ഥാനത്ത് ചേരുന്നു. ഡാന് 11 ദിവസമായി അവിടെ പ്രവർത്തകരുടെ ആദ്യത്തെ ഒരു ആവേശവും വികാരപ്രകടനമൊക്കെ ഉണ്ടായിരുന്നു KPCC ഓഫീസിന് മുന്നിൽ. പക്ഷേ ഇപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെയാണ്. പക്ഷേ ഇന്ന് മുതൽ കുറച്ചുകൂടി സജീവമാകുമെന്ന് പ്രതീക്ഷിക്കാം. വിജയത്തിൻ്റെ ചോപ്പ കെടുത്തി എന്നുള്ള വിമർശനം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കാര്യമായി തന്നെയുണ്ട്. എന്താണ് KPCC ആസ്ഥാനത്തെ പ്രതീക്ഷ? നേതാക്കൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ദേശീയ മാധ്യമങ്ങളടക്കം മാധ്യമങ്ങളുടെ ഒരു വൻ പടയാണ് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവന് മുന്നിൽ ഇപ്പോൾ കാണുന്നത്. പ്രവർത്തകർ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. അതായത് CLP മീറ്റിംഗ് ചേരേണ്ട സമയം നൽകിയിരിക്കുന്നത് 1 മണിയാണ്. അത് ഇന്ദിരാഭവനിൽ വെച്ച് തന്നെ ആയിരിക്കുമോ ചേരുക എന്ന കാര്യത്തിലടക്കം ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. മറ്റൊരു സ്വകാര്യ സ്ഥലത്ത് വെച്ച് ഈ CLP മീറ്റിംഗ് കൂടുന്ന കാര്യവും ആലോചനയിലുണ്ട് എന്നാണ് നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന ചില സൂചനകൾ. അത് സംബന്ധിച്ച് ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് എത്തിയ ശേഷമായിരിക്കും ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും പുലർച്ചെ 5:30യുടെ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ നിന്ന് ദീപാദാസ് മുൻഷി കേരളത്തിലേക്ക് തിരിക്കുമെന്നായിരുന്നു ഇന്നലെ രാത്രി വരെയും ലഭിച്ചിരുന്ന സൂചന. പക്ഷേ ആ തീരുമാനത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നു. ദീപാദാസ് മുൻഷി ഡൽഹിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദീപാദാസ് മുൻഷിയും മുകുൾ വാസ്നിക്കും അതോടൊപ്പം അജയ് മക്കനും ഒരുമിച്ചായിരിക്കുമോ കേരളത്തിലേക്ക് എത്തുക എന്ന കാര്യമാണ്, എന്ന സാധ്യതയ്ക്കാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത്. അങ്ങനെയെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ ഈ മാറിമറിയുകയാണോ സാഹചര്യങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ നടത്തുന്ന ചർച്ച മാറുന്നുണ്ട്. അത്തരം അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. ഒരു വശത്ത് അത് പ്രതീക്ഷയും മറുവശത്ത് ആശങ്കയുമാണ് നൽകുന്നത്. കാരണം KC ക്യാമ്പ് ഇന്ന് രാവിലെ വരെയും വലിയ ആത്മവിശ്വാസത്തിലാണ്. മാധ്യമങ്ങളല്ല തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡ് ആരെ പ്രഖ്യാപിക്കണമെന്ന കാര്യം. അതിന് നിയതമായ ഒരു ശൈലിയുണ്ട് എന്നാണ് കെ സി വേണുഗോപാലിന്റെ ഒരു വിശ്വസ്തൻ അല്പസമയം മുമ്പ് ഓഫ് റെക്കോർഡിൽ നമ്മളോട് സംസാരിച്ചത്. അതായത് ഇന്ന് വൈകുന്നേരത്തോടെ മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യം നിങ്ങൾ അറിയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മാധ്യമങ്ങൾ സൃഷ്ടിച്ച അജണ്ടയാണോ അതോ യാഥാർത്ഥ്യം മറ്റൊന്നാണോ എന്ന ശൈലിയിലൊക്കെയാണ് അവരുടെ സംസാരം. അതുതന്നെയാണ് KC ക്യാമ്പിന്റെ ആത്മവിശ്വാസവും. ഒടുവിൽ രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം മല്ലികാർജ്ജുന ഖാർഗെയും കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് കെ സി വേണുഗോപാൽ പക്ഷം ഇപ്പോഴുമുള്ളത്. അതേസമയം വലിയ തരത്തിൽ കഴിഞ്ഞ ദിവസം വി ഡി സതീശന്റെ വീടിന് മുമ്പിലേക്ക് അദ്ദേഹത്തിന്റെ അനുയായികൾ തടിച്ചുകൂടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് തീർത്തത് വലിയ വെല്ലുവിളിയാണ്. പ്രഖ്യാപനം മറിച്ചെങ്ങാനുമായാൽ അത് വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുങ്ങും. ആഘോഷങ്ങൾ പ്രതിഷേധങ്ങളായി മാറും. അത് പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്ക വരെ അവർക്കുണ്ടായിരുന്നു. ഈ പ്രഖ്യാപനം ഇന്നലെ നടത്താതെ പോയതിന്റെ കാരണം എന്തെന്ന ചോദ്യവും വലിയ തരത്തിൽ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ഉയരുന്നുണ്ട്. കാരണം ഇന്നലെ വൈകിട്ട് 7:30 മുഖ്യമന്ത്രി ആരാണെന്ന് ഉറപ്പായി അറിയുമെന്നായിരുന്നു ആദ്യം ഡൽഹിയിൽ നിന്ന് ലഭിച്ചിരുന്ന വിവരങ്ങൾ. പക്ഷേ അത് വളരെ അപ്രതീക്ഷിതമായാണ്. ജയറാം രമേശ് മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് എല്ലാം തീരുമാനമായി, പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്ന മാധ്യമങ്ങളോട് പ്രതികരിച്ച് മടങ്ങിയത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് നയിച്ച സാഹചര്യത്തെക്കുറിച്ചും വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ 3 നേതാക്കളെയും, അതായത് കെ സി വേണുഗോപാലിനെയും
വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും ഒരുപോലെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മൂന്നുപേരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് മാത്രമേ UDFന്റെ സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കാരണം കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളാണ് അവർക്ക് മൂന്നുപേരുടെയും അവകാശവാദങ്ങൾക്ക് ന്യായമുണ്ട് എന്ന് രാഹുൽ ഗാന്ധി തന്നെ മറ്റ് നേതാക്കളെയും അറിയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ ഏത് തരത്തിലുള്ള ഒരു ചോയ്സിലേക്കായിരിക്കും ദേശീയ നേതൃത്വം എത്തിച്ചേരുക എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. കെ.സി. വേണുഗോപാലിന് പിൻവലിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടും വളരെ നിർണായകമായി മാറും. അതിനോട് രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയുടെയും പ്രതികരണം എന്താകും എന്നതും വലിയ ഉദ്വേഗമുണർത്തുന്ന ഒരു നിമിഷങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ രാഷ്ട്രീയ സാഹചര്യം എത്തിച്ചിരിക്കുന്നത്. തുടരുക. നമ്മോടൊപ്പം നവമി ദിനേശ് കൂടി ചേരുക. അതിനു മുൻപ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായി VM സുധീരൻ നടത്തിയ ഒരു കൂടിക്കാഴ്ചയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ആ കൂടിക്കാഴ്ചയിലാണ് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നും കേരളത്തിലെ ജനവിധി അതിനാണെന്നുമുള്ള ശക്തമായ നിലപാട് VM സുധീരൻ ഉയർത്തിയത്. വേണുഗോപാലിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഹൈക്കമാൻഡ് നടപടികൾ അത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സുധീരനുമായി ഇത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ടായത്. ഇതോടെ രാഹുൽ ഗാന്ധി ഇന്നലെ ഖാർഗെ കാണും മുൻപ് AK ആന്റണി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരെ വീണ്ടും വിളിച്ചു. മുല്ലപ്പള്ളി അടക്കമുള്ളവർ പറഞ്ഞത് ജനവികാരം മാനിക്കണം എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. തുടർന്ന് സുധീരൻ പറയുന്നത് ഇതുപോലെ ഒരു ജനവികാരം കാണുന്നത് തൻ്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളും മന്ത്രിസഭാ രൂപവൽക്കരണങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വല്ലാത്തൊരു ജനവികാരമായി പോയി. വീട്ടമ്മമാർ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ളവർ സതീശനൊപ്പമാണ് എന്ന വികാരം പങ്കുവച്ചു എന്നാണ് മനസ്സിലാകുന്നത്. സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അവരുടെ പ്രതിഷേധവും കാണേണ്ടി വരുമെന്ന് രാഹുൽ ഗാന്ധി അറിയിക്കുകയും മറ്റും ചെയ്തു. തുടർന്നാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡിന് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നിലപാട് മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ PC വിശ്വനാഥ്, AP അനിൽകുമാർ, ഒപ്പം ഷാഫി പറമ്പിൽ, തിരുവഞ്ചൂര്, K. സുധാകരൻ, M. ഭാസ്കരൻ എന്നിവർ വേണുഗോപാലിനായി നിലകൊണ്ടു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരമൊരു ജനവികാരവുമായി ബന്ധപ്പെട്ട വിവരം വന്നത്. ഇതിനിടയിൽ നമുക്ക് ഇതിനൊപ്പം നേതാക്കളുടെ പ്രതീക്ഷകളിലേക്ക് വളരെ വേഗം ഒന്ന് പോകണം. K.C. വേണുഗോപാൽ പ്രതീക്ഷിക്കുന്നത് ഹൈക്കമാൻഡിന്റെ പൂർണ്ണ പിന്തുണ അത് ആദ്യം മുതൽ തന്നെ K.C. വേണുഗോപാലിന് ഉണ്ട്. ഒപ്പം MLA-മാരുടെ ഭൂരിപക്ഷം ഏതാണ്ട് 46ഓളം MLA-മാർ K.C.ക്കൊപ്പം ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഒപ്പം കേന്ദ്രമന്ത്രിയായും സംസ്ഥാനത്ത് മന്ത്രിയായും മറ്റുമുള്ള ഭരണപരിചയം, ദീർഘകാലത്തെ പാർലമെന്ററി പരിചയമൊക്കെ K.C. വേണുഗോപാലിനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിന് ഏറെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും മറ്റും ചെയ്തു. അതാണ് K.C. വേണുഗോപാൽ ഇപ്പോഴും തൻ്റെ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതേസമയം രമേശ് ചെന്നിത്തലയാകട്ടെ മുതിർന്ന നേതാവെന്ന പരിഗണന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാണുന്നുണ്ട്. ഇപ്പോൾ അംഗത്തിലുള്ള, ഇപ്പോൾ റേസിലുള്ള ഏറ്റവും മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല തന്നെയാണ്. 28ാമത്തെ വയസ്സിൽ മന്ത്രിസഭാ അംഗമായി, കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായി രാഷ്ട്രീയ ജീവിതത്തിന് വളരെ ശുഭകരമായ ഒരു തുടക്കം കുറിച്ച നേതാവ് കൂടിയാണ്. 2011-ലെ സ്ഥാനനഷ്ടം, അതായത് ഉമ്മൻചാണ്ടിക്കൊപ്പം തന്നെയും മുഖ്യമന്ത്രിയായി പരിഗണിച്ചിരുന്നു. പക്ഷേ തനത് വേണ്ട, ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞു എന്ന് അദ്ദേഹം പലപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം K.C.യും V.D.യും തമ്മിലുള്ള തർക്കം രൂക്ഷമായ പശ്ചാത്തലത്തിൽ സമവായത്തിലൂടെ തൻ്റെ പേര് K.C. വേണുഗോപാലും ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ആ പക്ഷത്തിലുണ്ട്. V.D. സതീശനാകട്ടെ മുതിർന്ന നേതാക്കളായ നേരത്തെ പറഞ്ഞ പോലെ VM സുധീരൻ, AK ആന്റണി, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K. മുരളീധരൻ എന്നിവരുടെ പിന്തുണ V.D.ക്ക് ഉണ്ട്. അത് ഹൈക്കമാൻഡിനെ അവർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം തെരഞ്ഞെടുപ്പിലെ ജനവികാരം പ്രധാനമാണ്. കഴിഞ്ഞ 5 വർഷമായി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന നേതാവ്, തന്ത്രങ്ങളുടെ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എല്ലാ തന്ത്രങ്ങളും വിജയിപ്പിച്ച നേതാവ്. ഒപ്പം ഘടകകക്ഷികളുടെ ഒരു സമ്മതം, അതായത് മുസ്ലിം ലീഗും മനസ്സിലാക്കേണ്ട ജോസഫ് ഗ്രൂപ്പും V.D. സതീശനൊപ്പം നിൽക്കുന്നു എന്നുള്ള വികാരം കൂടി ജനിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇത് മൂന്നുമാണ് ഈ നേതാക്കളുടെ മൂന്ന് നേതാക്കളുടെയും പ്രതീക്ഷകളുടെ പരിഗണനയിൽ വരുന്നത്. ഇതൊക്കെയാണ്. നമുക്ക് നവമി ദിനേശിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. നവമി, ഇന്നലെ 2-3 ദിവസമായി കൊച്ചിയിൽ തുടരുകയായിരുന്നു V.D. സതീശൻ. ഇപ്പോൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട്. ഒരു 11-12 മണിയോടുകൂടി ഇവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണുന്നുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട മുഹമ്മദ് ഷിയാസും ഒക്കെ ഉണ്ടല്ലോ, അവരോട് ആരെങ്കിലും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും സന്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, എന്തായാലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ അണികളും പ്രവർത്തകരും എല്ലാം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. തിരുവനന്തപുരത്ത് എത്തുമ്പോൾ 1 മണിയോടെ വരുന്ന വാർത്ത അത് V.D. സതീശന് അനുകൂലമാകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇന്ന് അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന ആളുകളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഡ്രൈവറുമായി സംസാരിക്കുന്നു, അദ്ദേഹത്തിനൊപ്പം നടക്കുന്ന ആളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ അവർ പറയുന്നത്
ചെറിയൊരു സൂചനയുണ്ട്, പോസിറ്റീവാണെന്ന് കരുതുന്നുണ്ട്. പക്ഷേ പാർട്ടിയാണ്, കോൺഗ്രസ് ആണ്, ഏത് നിമിഷം വേണമെങ്കിലും ആ തീരുമാനം മാറാം. എങ്കിൽ പോലും ഒരു വിശ്വാസമുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട് എന്ന ഒരു പ്രതീക്ഷ പങ്കുവച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ അണികളും അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നവരും തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. മറ്റൊരു സംശയം അദ്ദേഹത്തിന്റെ കുടുംബവും ഒപ്പമുണ്ട് എന്നുള്ളതാണ്. സാധാരണ വി ഡി സതീശൻ പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുമ്പോഴൊന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒപ്പം കൂട്ടാറില്ല. ആകെ നമ്മൾ കാണുന്നത് വോട്ടിടാൻ വരുമ്പോൾ മാത്രമാണ്. പക്ഷെ ഇത്തവണ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ മകളും ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രതീക്ഷ അദ്ദേഹത്തിന്റെ പ്രവർത്തകർ പങ്കുവെക്കുന്നുണ്ട്. അതിലാണ് നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം ഇന്ന് അതിനുശേഷം ഒരു നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഒരു ചർച്ച ചെയ്യുമ്പോൾ ഇനി വീടി തന്നെ ആകുമോ മുഖ്യമന്ത്രി, അതുകൊണ്ടാണോ കുടുംബത്തെ ഒപ്പം കൂട്ടുന്നതെന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. എന്തായാലും 1 മണിയോടുകൂടി ആ ഒരു നിമിഷത്തിനായി അല്ലെങ്കിൽ ആ ഒരു വാർത്തയ്ക്കായി നമ്മൾ കേരളം കാതോർത്തിരിക്കുകയാണ്. രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ജനവികാരം അത് എത്രമാത്രമാണെന്ന് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വി ഡി സതീശന്റെ വീടിന് മുന്നിലെത്തുമ്പോൾ കാണാം. അത് പറയുന്നത് പോലെ ഒരു പ്രവർത്തകരുടെ അല്ലെങ്കിൽ വി ഡി സതീശൻ അനുഭാവികളുടെ ഒരു വികാരമായിട്ടുള്ള പ്രതികരണം അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം എന്നതിനപ്പുറത്തേക്ക് ഈ സ്ത്രീകളായിട്ടുള്ളവരോട്, നമ്മൾ കുട്ടികളായിട്ടുള്ളവരോടൊക്കെ ചോദിക്കുമ്പോഴും അവർ പറയുന്ന അഭിപ്രായം വി ഡി സതീശൻ അല്ലേ അർഹൻ മുഖ്യമന്ത്രിയാകാൻ, വി ഡി സതീശൻ തന്നെയാകും, ഞങ്ങളെല്ലാം വി ഡി സതീശനൊപ്പമാണ്, അദ്ദേഹം എന്താണ് ഈ 5 വർഷം ചെയ്തതെന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ, അദ്ദേഹം എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകി, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ വി ഡി സതീശൻ അല്ലാതെ മറ്റാരെന്ന ചോദ്യം സ്ത്രീകളും കുട്ടികളും ഈ അല്ലാത്തവരായിട്ടുള്ള മുതിർന്നവരുമൊക്കെ പറയുന്നത് നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. എന്തായാലും അതിന്റെ ഒരു ഭാഗമായി അദ്ദേഹത്തിനുള്ള വലിയ പിന്തുണയായിരുന്നു ഇന്നലെ രാത്രിയോടെ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ നമ്മൾ കണ്ടത്. രാവിലെ മുതൽ പ്രവർത്തകരുടെ വലിയ ഒഴുക്ക് തന്നെയാണ്, അഭിനന്ദന പ്രവാഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. സാധാരണ വി ഡി സതീശന്റെ വീട്ടിലോ പറവൂരിലോ ഓഫീസിലോ ഒന്നും ഇത്ര അധികം തിരക്ക് നമ്മൾ ഇതുവരേക്കും കണ്ടിട്ടില്ല. സാധാരണ ഒരു പരാതി ഒക്കെ നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി വരുന്ന ആളുകൾ എന്നതിനപ്പുറത്തേക്ക് വലിയ ഒരു ജനപ്രവാഹം, വലിയൊരു പ്രവർത്തകരുടെ ഒഴുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു. പക്ഷെ അദ്ദേഹം യാതൊരുവിധ പ്രതികരണവും മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയിട്ടില്ല. മാധ്യമപ്രവർത്തകരോടായി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ചു. രാഷ്ട്രീയ ചർച്ചകളും ഈ തെരഞ്ഞെടുപ്പിന്റെ വിധികളും ഈ ജനരോക്ഷവും ഒക്കെ അത്തരത്തിലുള്ള സംഭാഷണം നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു പരസ്യ പ്രതികരണം അദ്ദേഹം ഇതുവരേക്കും നടത്തിയിട്ടില്ല. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അദ്ദേഹം നടത്തിയിട്ടില്ല. പക്ഷേ ആത്മവിശ്വാസത്തിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ്. തനിക്ക് പറയാനുള്ളതെല്ലാം താൻ നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ, എന്താണ് തന്റെ നിലപാട് എന്നത് തന്നെയാണ്. ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അറിയാം ആരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സുകൾ ഉയരുന്നത് സംസ്ഥാനത്ത് വീണ്ടും സംഭവിക്കുന്നു. തൊടുപുഴയിലാണ് ഇത്തവണ ഫ്ലക്സ് ഉയർന്നത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ എന്ന പേരിലാണ് ഫ്ലക്സ്. ഇടുക്കിയുടെ പുലിക്കുട്ടികൾ എന്ന പേരിൽ 5 UDF MLA-മാരുടെ ചിത്രങ്ങളും ഫ്ലക്സിലുണ്ട്. മിനി ലോറി വർക്കേഴ്സ് കാഞ്ഞിരമറ്റം ബൈപ്പാസ് INTUC എന്ന പേരിലാണ് ഈ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഘടകകക്ഷികളും തീരുമാനം കാത്തിരിക്കുകയാണ്. ഇന്നലെ ഷിബു ബേബി ജണ്ടൊക്കെ അതിരൂക്ഷമായ പ്രതികരണം വന്നിരുന്നു. ഷിബു പറഞ്ഞത് താൻ നാടൻ ഭാഷ ഉപയോഗിക്കാതിരിക്കുന്നത് ഇത്രയും നാൾ സഹകരിച്ചത് കൊണ്ടും ഇനിയും സഹകരിക്കണമെന്നതും കൊണ്ടാണല്ലോ, അല്ലെങ്കിൽ തനിക്ക് നാടൻ ഭാഷകളൊക്കെ വശമുണ്ട്, ഇത്രയും നാൾ കാര്യങ്ങൾ നീണ്ടുപോകുന്നതിൽ എന്നാണ് ഷിബു പറഞ്ഞത്. ലീഗ് ആകട്ടെ അസംതൃപ്തിയിലാണ്. വളരെ കൃത്യമായി തന്നെ ഇന്നലെ ലീഗ് നേതാക്കൾ അത് വ്യക്തമാക്കുകയും ചെയ്തു. ഇനിയും നീട്ടിക്കൊണ്ട് പോകരുത് എന്ന് ഹൈക്കമാൻഡിനോട് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയുകയും ചെയ്യാം. നിലപാട് ചർച്ചയായിട്ടുണ്ട്. CV അനുമോദുണ്ട്. അനുമോദ്, ഈ ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പിൻ്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ലീഗിൻ്റെ ഒരു പ്ലാൻ എന്താണ്? മന്ത്രിസഭയിലേക്കുള്ള മന്ത്രിമാരെ നിശ്ചയിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട അജണ്ടയുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ പാണക്കാട് തീരുമാനമെടുത്തു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഒപ്പം ഇതുവരെ ഈ നീണ്ടുപോകുന്ന ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിൽ ലീഗിന് സമ്മതമില്ലാത്ത ഒരാൾ കടന്നു വന്നാൽ അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും? രഞ്ജിത്ത്, മുസ്ലിം ലീഗ് ഒരിക്കലും UDF-നെ പ്രതിസന്ധിയിലാക്കുന്ന തീരുമാനത്തിലേക്ക് എത്തുകയില്ല എന്ന് ഉറപ്പാണ്. അവർക്ക് അതൃപ്തിയുള്ള കാര്യമാണെങ്കിൽ പോലും പരസ്യമായിട്ടൊരു പ്രതിഷേധത്തിനോ ഈ ഒരു തുടക്കത്തിൽ തന്നെ കല്ലേടി ഉണ്ടാക്കാനോ ലീഗ് തയ്യാറാകില്ല എന്ന് വളരെ വ്യക്തമാണ്. ലീഗിൻ്റെ നിലപാട് വി ഡി സതീശനൊപ്പമാണെന്ന് അവർ നേരത്തെ തന്നെ അത് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞതാണ്. വീണ്ടും ഹൈക്കമാൻഡുമായി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധികൾ സംസാരിക്കുമ്പോഴും അവർ അതേ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ വി ഡി സതീശന് പകരം മറ്റൊരു പേര് വന്നാൽ ലീഗിന് അതൃപ്തി ഉണ്ടെങ്കിലും അത് പരസ്യമായി പ്രകടിപ്പിക്കാൻ ലീഗ് തയ്യാറാകില്ല. മറിച്ച് കോൺഗ്രസിന്റെ തീരുമാനം അംഗീകരിക്കുന്നു എന്ന നിലപാടിൽ
തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുക. രണ്ടാമതായിട്ട് ലീഗിനെ സംബന്ധിച്ച് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നത് വലിയ പൊതുവിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കുന്നതിൻ്റെ കാരണം അണികൾ അസംതൃപ്തരാണ് എന്നുള്ളതാണ്. കാരണം ഇത്രയും വലിയൊരു മെജോറിറ്റി തിളങ്ങുന്ന ഭൂരിപക്ഷം നൽകി UDF വിജയിപ്പിച്ചിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനാകാത്ത സാഹചര്യത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് ലീഗിന് ഉണ്ടാക്കുന്നുണ്ട്. അതിലെ അതൃപ്തി തന്നെയാണ് ലീഗ് പ്രധാനമായിട്ട് പ്രകടിപ്പിക്കുന്നതും തുറന്നു പറയുന്നതും. അതോടൊപ്പം തന്നെ ലീഗിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 5 മന്ത്രിസ്ഥാനം ഉണ്ടായിരുന്നു. ഇത്തവണയും 5 മന്ത്രിസ്ഥാനവും ഒരുപക്ഷെ അതിനപ്പുറം ഒരു ക്യാബിനറ്റിൽ ഏതെങ്കിലും ഒരു സ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കറോ മറ്റോ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത്തരം ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ മുഖ്യമന്ത്രിയെ ആദ്യം കണ്ടെത്തേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ചർച്ച പൂർത്തിയാകാതെ മറ്റ് മന്ത്രിസ്ഥാനങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ചർച്ചകൾക്കൊന്നും പ്രസക്തിയില്ല എന്നതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ചർച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരെന്ന് പെട്ടെന്ന് തീരുമാനിക്കേണ്ടതുണ്ട് എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതായത് മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടമായിട്ട് ലീഗ് അവരുടെ ആവശ്യം UDF ഉന്നയിക്കും. അവർ പ്രതീക്ഷിക്കുന്ന നേരത്തെ സൂചിപ്പിച്ച ഒരു 5 മന്ത്രിസ്ഥാനം എന്നതിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല. ഒരുപക്ഷെ അഡീഷണലായിട്ട് അല്ലെങ്കിൽ അതിന് കൂടുതൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ മറ്റോ ലീഗ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ തന്നെ യോഗ്യരായ 6-7 പേര് നിലവിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ പട്ടികയിലുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി എന്താണെങ്കിലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന ഉറപ്പാണ്. അതുപോലെ PK ബഷീറുണ്ട്, N ഷംസുദ്ദീനുണ്ട്, KM ഷാജിയുണ്ട്, പാറക്കൽ അബ്ദുള്ളയുണ്ട്. ഇങ്ങനെ മുതിർന്ന നേതാക്കളുടെയും പുതുമുഖ നേതാക്കളുടെയും ഒരു നിര തന്നെ ഈ ഒരു ക്യാബിനറ്റ് സ്ഥാനങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ആരെയെല്ലാം തിരഞ്ഞെടുക്കുമെന്നുള്ളതൊക്കെ നമുക്ക് ഇനി കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നിരുന്നാലും തന്നെയും ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരിൻ്റെ രൂപീകരണം അതിൽ ഏറ്റവും പ്രധാനം മുഖ്യമന്ത്രി തീരുമാനിക്കൽ തന്നെയാണ്. ആ തീരുമാനം വന്നതിന് ശേഷം ലീഗ് നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി അറിയിച്ചിട്ടുള്ളത്. നമ്മളും രാവിലെ പാണക്കാട്ടേക്ക് മുതിർന്ന നേതാക്കളൊക്കെ തന്നെ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഉച്ചയോടെ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്ന തീരുമാനം വന്നു കഴിഞ്ഞാൽ ലീഗ് തൊട്ടു പിന്നാലെ തന്നെ അവരുടെ നിലപാടും വ്യക്തമാക്കും. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇതിനിടയിൽ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ മറന്നുപോയ ഒരു കാര്യമാണ് CPM-ന്റെ LDF-ന്റെ വമ്പൻ തോൽവി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഈ തോൽവിയിൽ CPM-ന്റെ സംസ്ഥാന സമിതിയിൽ അതിരൂക്ഷമായ വിമർശനം ഉയർന്നു എന്നുള്ളതാണ്. സംഘടനാ തലത്തിലെ വീഴ്ചയാണ് ഈ തോൽവിക്ക് പിന്നിലെന്നാണ്. പിണറായി വിജയന് നേരിട്ടുള്ള വിമർശനത്തിന് ആരും തയ്യാറായില്ല ഇന്നലെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇന്ന് സംസ്ഥാന സമിതി തുടരുന്നുണ്ട്. അവിടെ പിണറായിക്കെതിരെ വിമർശനം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. പക്ഷേ വെള്ളാപ്പള്ളി നടേശനോടുള്ള പിണറായി വിജയൻ്റെ സമീപനത്തിൽ വിമർശനമുണ്ടായി എന്നുള്ളതാണ്. കണ്ണൂരിലെ പാർട്ടിയിലെ പ്രശ്നവും അത് ഗൗരവത്തോടെ കണ്ടില്ല എന്നും പയ്യന്നൂരിലെ തളിപ്പറമ്പിലെയും വീഴ്ചകൾ സംഭവിച്ചുവെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇപ്പോൾ സ്വയം വിമർശനമാണ്, നേരത്തെ തിരിച്ചറിയാതിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ CPM-ലെ നേതാക്കൾ തുറന്നു പറയുന്നു എന്ന് വേണമെങ്കിൽ കാണാം, അല്ലേ? തീർച്ചയായിട്ടും അതിരൂക്ഷമായ വിമർശനം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലുണ്ടായി. അത് സ്വയം വിമർശനവുമുണ്ട്, പാർട്ടിക്കെതിരായ നേതാക്കൾക്കെതിരായ അതിശക്തമായ വിമർശനവുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ വിമർശനം സെക്രട്ടേറിയറ്റ് തന്നെ ഉയർന്നിരുന്നു. ഇന്നലെ ഏറ്റവും പ്രധാനമായി ഉയർന്നത് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വച്ച റിപ്പോർട്ട് സർക്കാരിന്റെ വീഴ്ചയല്ല, സർക്കാരിന്റെ വികാരമല്ല ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നുള്ളതാണ്. പാർട്ടിയുടെ വീഴ്ചയാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. സംഘടനാ തലത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി. ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തു നിന്ന് അകന്നത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. വെള്ളാപ്പള്ളിയോടുള്ള പിണറായിയുടെ സമീപനത്തിലും വലിയ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നത്. വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രിയും പാർട്ടിയും തള്ളിപ്പറയാതിരുന്നത് ന്യൂനപക്ഷങ്ങളെ അകറ്റാൻ കാരണമായി. കണ്ണൂരിലെ പാർട്ടിയുടെ കലാപം ഗൗരവത്തോടെ കാണണം. അവിടെ അണികൾ മാത്രമല്ല അംഗങ്ങൾ പോലും പാർട്ടിയിൽ നിന്ന് അകന്നുപോയി എന്ന വിമർശനമാണ് ഉയർന്നു വന്നത്. ഈ ഇത്തരത്തിലുയർന്ന വിമർശനങ്ങൾക്കൊക്കെ ഇന്ന് സംസ്ഥാന നേതൃത്വം മറുപടി പറയും. മാത്രമല്ല ഈ PK ശ്യാമളയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. CE മധുസൂദനെതിരായ ആരോപണങ്ങൾ ഗുരുതരമായിരുന്നു. അവിടെ മറ്റൊരാളെ പരിഗണിക്കാമായിരുന്നു. പാർട്ടിയിൽ വേണ്ടത് അടിമുടി തിരുത്തലാണ്. അത് ചർച്ച ചെയ്യാൻ പ്ലീനം വിളിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു. CPI നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഈ നേതൃയോഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. കാരണം CPI പൂർണ്ണമായും മുഖ്യമന്ത്രിയും സർക്കാരിനും തള്ളിപ്പറയുന്ന ചർച്ചകളാണ് CPI ഉയർന്നു വന്നത്. ആ കാര്യങ്ങൾ ആ രീതിയിലല്ല കാണേണ്ടിയിരുന്നത്. PMC വിവാദത്തിലടക്കം CPIയുടെ സമീപനം തെറ്റായിരുന്നു. വികലമായ രാഷ്ട്രീയ കൗശലമാണ് CPI നേതൃത്വം പ്രകടിപ്പിച്ചതെന്നാണ് ഒരു സംസ്ഥാന സമിതി അംഗം പറഞ്ഞത്. BJP ഡീൽ എന്ന ആക്ഷേപത്തിന് ശക്തി പകരാൻ ഈ PMC വിവാദത്തിൽ CPI ചെയ്ത നിലപാടുകൾ വഴിവെച്ചുവെന്നും വിമർശനം ഉയർന്നു. കേരള പങ്കുവച്ചത്. നമുക്ക് മറ്റ് വാർത്തകളുമായി തിരിച്ചെത്തണം വളരെ വേഗം ഇടവേളയ്ക്ക് ശേഷം.
അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും ഇറാൻ സായുധ സേനയുടെ നിയന്ത്രണത്തിലാണെന്നും അതുവഴി ആയുധങ്ങൾ മേഖലയിലെ US സൈനിക താവളങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ സൈനിക വക്താവ് കൂടിയായ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രാമിനിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. നേരത്തെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിരവധി സ്ഥലങ്ങളിലുണ്ട്. ഈ സൈനിക താവളങ്ങളിലേക്ക് ഹോർമുസ് വഴി അമേരിക്ക ആയുധങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു മുന്നറിയിപ്പ് ഇറാന്റെ IRGCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രംപിനെതിരെ രംഗത്ത് വരികയാണ്. ഞങ്ങളിപ്പോഴും സായുധമായി ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. ഒപ്പം മറ്റൊരു കടുപ്പിച്ച് പറയുന്നത് ഇത്തരം മണ്ടത്തരങ്ങൾ, ഈ ആയുധങ്ങൾ കൊണ്ടുപോകുക അടക്കമുള്ള മണ്ടത്തരങ്ങൾ ചെയ്യാൻ ട്രംപ് അടക്കമുള്ള നേതാക്കൾ ആഗ്രഹിച്ചാൽ പേർഷ്യൻ ഉൾക്കടൽ ഞങ്ങൾ അമേരിക്കൻ മറൈനുകളുടെ ശ്മശാനമാക്കി മാറ്റും എന്നും മറ്റുമാണ്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നു. കാർത്തിക്, സ്ഥിതിഗതികളൊട്ടും ശാന്തമല്ല. നിരവധി വെല്ലുവിളികളും പരസ്പരം ആക്രമണത്തിനുള്ള മുന്നറിയിപ്പുകളും ഒക്കെ നൽകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വെല്ലുവിളി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇതിനോട് അമേരിക്കയുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? നിലവിൽ ഒരു സമവായ സാധ്യത വിദൂരമാണ്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്ക തള്ളിയിരുന്നു. അതിനുശേഷം യുദ്ധമുഖത്ത് പോർമുഖം കടുക്കും എന്ന ആശങ്കകളാണ് പുറത്തു വരുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇറാന്റെ ഈ മുന്നറിയിപ്പിനെ കാണാൻ. അതായത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള നീക്കങ്ങൾ, അത് കൂടുതൽ ഇടപെടൽ ഇറാൻ നടത്തുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ പ്രതികരണം. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് ഇപ്പോഴത്തെ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ ഇറാൻ കണക്കുകൂട്ടുകയും ചെയ്യുന്നു. അതൊരു പക്ഷേ ചില രാജ്യങ്ങൾ, അതായത് ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ കൂടി അമേരിക്കയെ ഇതിൽ സഹായിക്കും എന്നുകൂടി ഇറാൻ കണക്ക് കൂട്ടുന്നുമുണ്ട്. അങ്ങനെയാണ് ഈ പ്രതികരണത്തെ നമ്മൾ വായിച്ചെടുക്കാൻ. ഹോർമുസ് കടലിടുക്കിലൂടെ അമേരിക്കൻ ആയുധങ്ങൾ പ്രാദേശിക സൈനിക താവളങ്ങളിലേക്ക് കടത്തിവിടാൻ ഇനി അനുവദിക്കില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ഇറാൻ സൈനിക വക്താവ് തന്നെയാണ് ഇക്കാര്യം പറഞ്ഞത്. ഒരു ചടങ്ങിലാണ് ഇക്കാര്യം പറഞ്ഞത് എങ്കിൽ കൂടിയും അത് അമേരിക്കയ്ക്ക് ഈ ഘട്ടത്തിൽ കൃത്യമായി നൽകുന്ന ഒരു സന്ദേശമാണ്. കാരണം ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അവരുടെ നിയന്ത്രണങ്ങൾ അത് കടുപ്പിക്കുന്നു. അത് പുതിയ പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനം ഹോർമുസിൻ്റെ പരമാധികാരം ഇറാനിൽ നിലനിർത്തണം. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലടക്കമുള്ള ഇറാൻ്റെ സാമ്പത്തിക അസറ്റുകൾ അതിൽ മേലുള്ള ഫ്രീസിംഗ് മാറ്റണം. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ നിർദ്ദേശങ്ങളൊന്നും ചർച്ച ചെയ്യാതെ തന്നെ അമേരിക്ക തള്ളുകയായിരുന്നു. അതോടുകൂടി അത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അതിനുശേഷമാണ് അമേരിക്ക വലിയൊരു ആക്രമണം ഒരുപക്ഷെ നടത്തും എന്ന് ഇറാൻ ഈ ഘട്ടത്തിൽ ഭയപ്പെടുന്നു. അങ്ങനെ വായിച്ചെടുക്കുമ്പോൾ ഇറാൻ സൈനിക മേധാവിയുടെ ഈ നിലപാട് ഹോർമുസിൽ ഇറാൻ നിലപാട് കടുപ്പിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. എന്തായാലും അമേരിക്കയുടെ ആയുധങ്ങൾ ഹോർമുസ് കടലിടുക്ക് വഴി പ്രാദേശിക സൈനിക താവളങ്ങളിലേക്ക് എത്തിക്കാൻ ഇനി അനുവദിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. 2 ദിവസം മുൻപ് തന്നെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരുന്നു. ഒരു വെസൽ ഇൻഫർമേഷൻ ഡിക്ലറേഷനൊക്കെ നൽകിയിട്ട് വേണം അതുവഴി കടന്നു പോകാൻ. അതായത് ഏത് രാജ്യത്തിൻ്റെ അധീനതയിലുള്ള കപ്പലാണ്, ഇൻഷുറൻസ്, ക്രൂ ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ ട്രാൻസിറ്റ് റൂട്ട്, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമാക്കിയ ശേഷം ഇറാൻ കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഇവ കടത്തിവിടുന്നത്. അതും ചില പ്രത്യേക പാസേജുകളിൽ കൂടെ കടത്തിവിടുന്നു. എന്തായാലും നിലപാട് ഇറാൻ കടുപ്പിക്കുകയാണ് ഹോർമുസിൽ. അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ആയുധങ്ങൾ ഹോർമുസ് വഴി കടത്തിവിടില്ല എന്ന് ശക്തമായ മുന്നറിയിപ്പാണ്. ശരി, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരമുള്ളത്. കാർത്തിക്, ഈ മേഖലയിൽ ഇപ്പോൾ യുദ്ധസമാനമായ സാഹചര്യമാണ്. അതിനിടയിലാണ് അമേരിക്ക ഇസ്രായേലോ വീണ്ടും ഈ ഇറാന്റെ യുറേനിയത്തെ ലക്ഷ്യം വെക്കുന്നു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത്തരം സൈനിക നീക്കങ്ങൾ നടത്തിയാൽ യുറേനിയം സമ്പുഷ്ടീകരണം 90% ഉയർത്തുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ്. ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ നിലവാരത്തിലുള്ള സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങുമെന്ന പ്രഖ്യാപനം വലിയ ആശങ്കകൾക്ക് ഇടയാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും മറ്റും പുതിയ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ പ്രതികരണവും മറ്റും വരുന്നത്. ട്രംപിന്റെ ഇതുമായി ബന്ധപ്പെട്ട മറുപടിയുമുണ്ട്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഇവരുടെ ആണവ കേന്ദ്രങ്ങളെല്ലാം ഞങ്ങളുടെ
നിരീക്ഷണത്തിലാണ്. ആരെങ്കിലും അതിന് സമീപത്തേക്ക് നീങ്ങുകയോ മറ്റോ ചെയ്താൽ തിരിച്ചടി അതീവ രൂക്ഷമായിരിക്കുമെന്ന് ട്രംപും പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 60% മാത്രമാണല്ലോ കാർത്തിക് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം എന്നുള്ളത്. അത് 90% എത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അമേരിക്കൻ ലക്ഷ്യങ്ങൾക്കെതിരാണ്. അതും ന്യൂക്ലിയർ ഡസ്റ്റ് എന്ന് അമേരിക്ക വിളിക്കുന്ന ഇറാന്റെ ഇറാന്റെ സമ്പുഷ്ടീകരിച്ച ആണവ ശേഖരത്തെ അവർ അത്തരത്തിൽ വിനിയോഗിക്കാൻ തുനിഞ്ഞാൽ അത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. രഞ്ജിത്ത്, ആണവ കാര്യങ്ങളിലാണ് ഈ യുദ്ധം ആരംഭിച്ചത്. അതായത് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ അവസാനിപ്പിക്കണം എന്നൊരാവശ്യവുമായി ആണ് ഈ യുദ്ധം ആരംഭിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അതിലേക്ക് ഇറാൻ കടന്നില്ല. ഇറാൻ അതിനോട് വിട്ടുവീഴ്ച ചെയ്തില്ല. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ യുദ്ധം 2 മാസം പിന്നിടുമ്പോൾ ആശങ്കാജനകമായ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന് ലോകം ആശ്ചര്യപ്പെടുന്നു. കാരണം ഇറാന്റെ തന്നെ മുന്നറിയിപ്പാണ് അതിന് ആധാരം. കഴിഞ്ഞ ദിവസം ഇറാൻ വക്താവ് വ്യക്തമാക്കിയത് യുറേനിയം സമ്പുഷ്ടീകരണം 90% എത്തിക്കാൻ ആലോചിക്കുന്നു എന്നതാണ്. മാത്രമല്ല, ആണവായുധം അടക്കമുള്ള കാര്യങ്ങളിൽ ചില നിർണായക തീരുമാനങ്ങൾ പാർലമെന്റിന്റെ അനുമതിയോടുകൂടി കൈക്കൊള്ളേണ്ടി വരും എന്നുകൂടി ഇറാൻ വക്താവ് പറഞ്ഞു വെക്കുന്നു. അതായത് നമുക്കറിയാം, യുറേനിയം സമ്പുഷ്ടീകരണം അത് ഊർജ്ജ ആവശ്യങ്ങൾക്കായി 20% സമ്പുഷ്ടീകരണം നടത്തിയാൽ മതിയാകും. എന്നാൽ 60% വരെ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസികൾ വ്യക്തമാക്കിയതാണ്. മാത്രമല്ല, ഈ യുറേനിയം സമ്പുഷ്ടീകരണം അത് 90% എത്തിയാൽ അത് ആണവ ആയുധമാകും. അതായത് ന്യൂക്ലിയർ ബോംബിനായി ഉപയോഗിക്കാൻ കഴിയും. സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ തന്നെ ചില പരിശോധനകളിൽ ഏതാണ്ട് 90% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാം യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇത് മറ്റൊരു രാജ്യത്തേക്ക് കൈമാറുന്നതടക്കമുള്ള നിബന്ധനകളാണ് പല ഘട്ടങ്ങളിലും ചർച്ചകളിൽ ഉയർന്നത്. എന്നാൽ ഇതിനോടൊന്നും തന്നെ കാര്യമായ പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. തീർച്ചയായും അതാണ് കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഇറാനുമായുള്ള യുദ്ധത്തിനിടെ താൻ UAE-യിലെത്തി എന്നുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അവകാശവാദമാണ്. ഈ UAE സന്ദർശനത്തെ UAE പൂർണ്ണമായും നിഷേധിക്കുകയാണ്. നെതന്യാഹുവിൻ്റെ ഓഫീസാണ് UAE-യിൽ യുദ്ധസമയത്തെത്തി നെതന്യാഹു എന്ന കാര്യം എക്സിലൂടെ അറിയിച്ചത്. പക്ഷേ രഹസ്യ സന്ദർശനം എന്നും മറ്റുമാണ് ഇതിനെ ഇസ്രായേൽ വിശേഷിപ്പിച്ചതും. പക്ഷേ ഇത്തരമൊരു സന്ദർശനം ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോൾ UAE വ്യക്തമാക്കുന്നത് ഇതിനകത്തൊരു വല്ലാത്തൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മാത്രമല്ല, UAE-യുടെ നേതാക്കളുമായി ചില കൂടിക്കാഴ്ചകൾ നടത്തി എന്നും ഇത്തരത്തിൽ ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത് പൂർണ്ണമായും UAE നിഷേധിക്കുകയാണ്. ഇതിനിടയിൽ ഇത്തരമൊരു സന്ദർശനം തുടർന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും ചില മുന്നറിയിപ്പുകൾ, ചില മറുപടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തങ്ങൾ ചില രഹസ്യങ്ങൾ, യുദ്ധവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ UAE-ക്ക് പങ്കുവെക്കാനും മറ്റുമാണ് ഇത്തരത്തിൽ നെതന്യാഹു UAE സന്ദർശിച്ചതെന്നും അതിനുള്ള തിരിച്ചടി കൃത്യമായി തന്നെ കണക്ക് പറയേണ്ടി വരും എന്നും മറ്റും ഇറാൻ മുന്നറിയിപ്പ് നൽകിയത് ഈ മേഖലയിലെ സമാധാനത്തിന് വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അബ്ബാസ് അരക്ചിയാണ് ഇത്തരം കാര്യങ്ങൾ എക്സിലും മറ്റും കുറിച്ചത്. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലുമായി കൂട്ടുനിൽക്കുന്നത് വിഡ്ഢിത്തപരവും പൊറുക്കാനാവാത്ത ആണെന്നും ഭിന്നത വിതയ്ക്കാൻ ഇസ്രായേലുമായി കൂട്ടുനിൽക്കുന്നവരെ കണക്ക് പറയിപ്പിക്കുമെന്നും മറ്റുമാണ് അരാക്ചി എക്സിൽ കുറിച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.
തമിഴ് സിനിമാ ലോകത്തെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ജോസഫ് വിജയ് ക്യാമറയുടെയും ആർപ്പ് വിളിക്കുന്ന ആരാധകരുടെയും ലോകത്തു നിന്നും തമിഴ്നാടിന്റെ ഭരണസ്ഥിരാകേന്ദ്രമായ സെന്റ് ജോർജ് ഫോർട്ടിലേക്ക് നടന്നു കയറുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത ഒരു അധ്യായമാവുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്ത് വാർഡിൽ പോലും മത്സരിച്ച് ജയിക്കുകയോ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ഭരണപരിചയം നേടുകയോ ചെയ്യാത്ത ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായും സങ്കീർണമായ സാമൂഹിക പശ്ചാത്തലവുമുള്ള തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് നേരിട്ട് വന്നിരിക്കുന്നത് വലിയൊരു രാഷ്ട്രീയ ചൂതാട്ടമാണ്. വെള്ളിത്തിരയിലെ നമുക്ക് കോൺഗ്രസ് വാർത്തകളിലേക്ക് തിരിച്ചു പോകണം. AICCയുടെ ചാർട്ടേഡ് വിമാനം കേരളത്തിലേക്ക് തിരിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു വിവരമുണ്ട്. 4 മണിയോടുകൂടി ഈ വിമാനം കേരളത്തിലെത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ മുഗൾ വാസ്നിക്കും അടക്കമുള്ള ഹൈക്കമാൻഡ് പ്രതിനിധികൾ, ഹൈക്കമാൻഡ് നിരീക്ഷകർ ഈ വിമാനത്തിലായിരിക്കും കേരളത്തിലേക്ക് എത്തുക. ലാൻഡിങ്ങിന് AICC അനുമതി തേടി എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരമുണ്ട്. ഈ വിമാനത്തിൽ KC വേണുഗോപാൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അല്പം മുമ്പാണ് KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്ത് സന്ദേശമാകും രാഹുൽ KCയോട് ഉണ്ടാവുക എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കൾ കാത്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് UDF നേതാക്കൾ ഇതിനെ ഗവർണറെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. VV അരുൺ ചേരുന്നു. അരുണ്, ദീപാദാസ് മുൻഷിയും ഒപ്പം മറ്റ് നിരീക്ഷകരും, കേന്ദ്ര നിരീക്ഷകരും ഈ വിമാനത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ, മുകുൾ വാസ്നിക്കും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ KC വേണുഗോപാൽ ഉണ്ടാകുമോ? അനുനയ ശ്രമങ്ങളുടെ ഭാഗമായി KCയെ കൂടി കേരളത്തിലേക്ക് എത്തിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അല്ലേ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായിട്ടും രഞ്ജിത്ത്, 1 മണിക്കാണ് ചാർട്ടേഡ് വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെടുക. 4 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാനാണ് അനുമതി തേടിയിട്ടുള്ളത്. AICC ആണ് ഈ ചാർട്ടേഡ് വിമാനം ബുക്ക് ചെയ്തിരിക്കുന്നത്. 4 മണിയോടുകൂടി ഇവിടെ എത്തും. ആ തരത്തിലാണ് ഇപ്പോൾ അറിയിപ്പ്. ഒരുപക്ഷെ സമയത്തിൽ മാറ്റം വരാം. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം, ഈ നിയമസഭാ കക്ഷി യോഗം വൈകും. അത് ഒരുപക്ഷെ 4 മണിക്ക് ശേഷം മാത്രമേ ചേരാൻ ഇടയുള്ളൂ. AICC നിരീക്ഷകരായ അജയ് മാക്കാനും അതുപോലെ തന്നെ മുകുൾ വാസ്നിക്കും ആ വിമാനത്തിലുണ്ടാവും. ദീപാദാസ് മുൻഷിയും ആ വിമാനത്തിൽ മാത്രമേ എത്തുകയുള്ളൂ. 11:30 എത്തില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അവർ അവിടെ ഇപ്പോഴും ഡൽഹിയിലുണ്ട്. ഏറ്റവും നിർണായകമായ ചോദ്യം, ആ വിമാനത്തിൽ KC വേണുഗോപാൽ ഉണ്ടാകുമോ? പറന്നിറങ്ങുമോ KC കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ? അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയായാൽ അദ്ദേഹത്തിന് പിന്തുണയുമായി KC എത്തുമോ? ഈ കാര്യമാണ് അറിയേണ്ടത്. KC വേണുഗോപാൽ ഈ ചാർട്ടേഡ് വിമാനത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യം. ഏതായാലും AICCയുടെ ചാർട്ടേഡ് വിമാനം 4 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ അനുമതി തേടിയിട്ടുണ്ട്. അത് വ്യോമയാന വകുപ്പ് അതിന് അനുമതി നൽകിയിട്ടുമുണ്ട്. ഇനി അറിയേണ്ടത് ആ വിമാനത്തിൽ ആരൊക്കെ ഉണ്ടാകും. ഈ ഒരുപക്ഷെ വലിയ തർക്കത്തിലേക്ക് പോവുകയാണ്. VD സതീശൻ തീരുമാനിച്ച KC വേണുഗോപാലൊക്കെ വലിയ പ്രതിഷേധത്തിന് പോവുകയാണെങ്കിൽ നേരിട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമോ എന്ന ചോദ്യവും അവശേഷിക്കുന്നു. ഏതായാലും നീക്കങ്ങൾ, ചർച്ചകൾ സജീവമാണ്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി മുന്നോട്ട് പോകുന്നു. എന്ന് വേണമെങ്കിലും നാളെ വേണമെങ്കിൽ നാളെ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറാണെന്ന് GAD പൊതുഭരണ വകുപ്പ് ഗവർണറുടെ ഓഫീസിനെ, ലോക് ഭവനെ അറിയിച്ചു കഴിഞ്ഞു. ഇന്നലെ തന്നെ GAD ഉദ്യോഗസ്ഥർ ലോക് ഭവനിലെത്തി ചർച്ച നടത്തി. ഞായറാഴ്ച സത്യപ്രതിജ്ഞ എന്ന തരത്തിലാണ് ആലോചനകൾ മുന്നോട്ട് പോകുന്നത്. വേണമെങ്കിൽ നാളെയും ആകാം. അതിനുള്ള തയ്യാറെടുപ്പുകൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുക്കമാണെന്നാണ് GAD അറിയിച്ചിരിക്കുന്നത്. 18 വരെ ഗവർണർ തിരുവനന്തപുരത്ത് ഉണ്ടാകും. 19 അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ തൃശ്ശൂരിലേക്ക് പോകും. ബിരുദദാന ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 18 വരെ തലസ്ഥാനത്ത് ഉണ്ടാകും. അതിനു മുമ്പ് സത്യപ്രതിജ്ഞ നടക്കും. തമിഴ്നാട്ടിൽ ഇനിയും ചില നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അവിടെ കൂടുതൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുണ്ട്. അത് കേരളത്തിലെ മുഖ്യമന്ത്രി ചുമതലയേറ്റ ശേഷം മതി എന്നൊരു നിലപാട് കേരളത്തിന്റെ ഗവർണർ, തമിഴ്നാട് കൂടി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തമിഴ്നാട് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സത്യപ്രതിജ്ഞ ശേഷം മാത്രമേ അർലേക്കർ തമിഴ്നാട്ടിലേക്ക് പോവുകയുള്ളൂ. 18 വരെ അദ്ദേഹം കേരളത്തിൽ ഉണ്ടാകും. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ, ഒരുപക്ഷെ UDF നേതൃത്വം ഗവർണറെ കാണും. അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകളുടെ സമയം തേടില്ല. പക്ഷേ ഗവർണർ ഉച്ചയ്ക്ക് ശേഷം ലോക് ഭവനിൽ ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചു. വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും ചാർട്ടേഡ് വിമാനം 4 മണിയോടുകൂടി കേരളത്തിലെത്തും. എന്തൊക്കെ അത്ഭുതങ്ങൾ, എന്തൊക്കെ പ്രതീക്ഷകൾ ആ ചാർട്ടേഡ് വിമാനത്തിനൊപ്പം കേരളത്തിലേക്ക് എത്തുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ദീപാദാസ് മുൻഷിയും അടക്കമുള്ള കേന്ദ്ര നിരീക്ഷകർ ഇപ്പോൾ അതിൽ വിമാനത്തിലായിരിക്കും കേരളത്തിലെത്തുക എന്ന് മനസ്സിലാക്കുന്നുണ്ട്. തീരുമാനം വൈകുമോ, ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ നമുക്കറിയാം, കേരളത്തെ LDF സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയ മുനമ്പം സമരം
ഈ സമര നേതാക്കൾ ന്യൂസ് 18നോട് സംസാരിച്ചു. അവർ പറയുന്നത് സതീശൻ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അത് വളരെ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ഒന്നാണ് തങ്ങൾക്ക് എന്നുള്ളതാണ്. പ്രശ്നത്തിന് ക്രിയാത്മക പരിഹാരം അദ്ദേഹം ഉണ്ടാക്കുമെന്ന് സമരസമിതി വിശ്വസിക്കുന്നു. മുൻ സർക്കാർ നല്ല ഇടപെടലുകൾ നടത്തിയെങ്കിലും അത് പൂർണ്ണതയിലെത്തിക്കാൻ സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിയുമെന്നും അവർ ഡാനി പോളിനോട് പറഞ്ഞു. വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നുവെന്ന വലിയ സജീവ ചർച്ചകളാണ് എല്ലായിടത്തും നടക്കുന്നത്. പറവൂരിൽ, അദ്ദേഹത്തിന്റെ മണ്ഡലമായ പറവൂരിൽ കഴിഞ്ഞ 5 ടേമുകളിൽ നിന്നിപ്പോൾ 6ാമത്തെ ടേമുകളിലേക്ക് വന്നു. ഏതാണ്ട് 26ാം വർഷത്തിലേക്കെല്ലാം തന്നെ ഇവിടെ അദ്ദേഹം തുടർച്ചയായി പ്രതിനിധീകരിക്കുമ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷകളേറെയാണ് ഈ മണ്ഡലത്തിലുള്ളവർ. നമ്മൾ ഉള്ളത് ഏറെ കേരളം ചർച്ച ചെയ്ത മുനമ്പം ഭാഗത്താണ്. മുനമ്പം സമരസമിതി ഭാരവാഹികളെല്ലാം തന്നെ നമുക്കൊപ്പം തന്നെ ചേരുന്നുണ്ട്, ഭൂസംരക്ഷണ സമിതിയുടെ എല്ലാം തന്നെ. കാരണം ഈ ഒരു വിഷയം അദ്ദേഹം വി ഡി സതീശൻ അദ്ദേഹം അത് സ്വീകരിക്കുകയും വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇത് പരിഹാരം കാണുമെന്നെല്ലാം തന്നെ പറഞ്ഞതാണ്. അപ്പോൾ സമരസമിതിക്ക് അവരുടെ ഒരു പ്രതീക്ഷകൾ എന്താണെന്ന് നോക്കാം. നമുക്കിപ്പോൾ സമരസമിതി ഭാരവാഹികൾ ചേരുന്നു. എങ്ങനെയാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നു എന്നൊരു പറച്ചിൽ എങ്ങനെയാണ് നിങ്ങളതിനെ കാണുന്നത്? ഈ സതീഷ് സാറ് മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നാണ് ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം വരുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഈ കടലിൽ നിന്ന് കിട്ടുന്ന കൊച്ചു കൊച്ചു പൈസകൾ കൂട്ടി വെച്ചാണ് ഞങ്ങൾ ഈ ഭൂമി വാങ്ങുന്നത്. ഈ ഭൂമി വാങ്ങി 35 വർഷം കഴിഞ്ഞപ്പോഴാണ് വഖഫ് ബോർഡ് ഈ നിലപാടായിട്ട് വരികയും ഞങ്ങളുടെ റവന്യൂ അവകാശം കവർന്നെടുക്കുകയും ചെയ്തതിന് ശേഷം ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നെങ്കിലും ഒരു നിലപാട് വ്യക്തമാക്കിയത് ഈ ഭൂമി വഖഫ് ഭൂമി അല്ല എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞത് വി ഡി സതീശൻ സാറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ അങ്ങോട്ട് അന്ന് ഇവിടെ വന്ന് തൊട്ടടുത്ത് വന്നാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ ആ വാക്കിൽ എന്നും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. 20 വർഷമായിട്ട് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. പറയുന്ന വാക്ക് പ്രവൃത്തിയാക്കും, അതിനകത്ത് ഒരു സംശയവും വേണ്ട. സമരസമിതി പ്രസിഡന്റ് അല്ലെ, ചെയർമാൻ റോക്കി ജോസഫാണ് സംസാരിച്ചത്. കൺവീനർ ബെന്നി ജോസഫ് കൂടി ചേരുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പ്രശ്നം 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രശ്നം എന്നെല്ലാം തന്നെയാണ് വി ഡി സതീശൻ എന്ന സമരസമിതിയോടെല്ലാം തന്നെ പറഞ്ഞത്. എന്ത് പ്രതീക്ഷകൾ ബാക്കി നിർത്തുന്നു? ഞാനും ചെയർമാൻ ചേർന്ന് ദേശത്തുള്ള വി ഡി സതീശൻ സാറിന്റെ വീട്ടിൽ പോയി ഈ ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത് ശരിയായ രീതിയിൽ അദ്ദേഹം പഠിച്ചതിന് ശേഷം ആണ് ഇവിടെ വന്ന് നിരാഹാര സമരം തുടങ്ങുന്നതിന് മുൻപ് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള നിലപാടെടുത്തത്. അതോടൊപ്പം തന്നെ ഈ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് വേണ്ടി നിയമപരമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തരുന്നതിന് മുൻപിട്ടിറങ്ങി നിൽക്കുന്ന അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടത്തിനെ അദ്ദേഹം വിശദമായി കണ്ട് സംസാരിക്കുകയും ഞങ്ങളുടെ മെത്രാന്മാർ കാണുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം നല്ല രീതിയിലുള്ള കേസുമായി ശരിയായ രീതിയിലുള്ള കേസ് നടത്തുന്നതിന് സാധിച്ചത്. അതുതന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വിശദമായി ഇതിനെക്കുറിച്ച് ആഴമായി പഠിച്ചിട്ടുള്ള വി ഡി സതീശൻ സാറ് മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ 10 മിനിറ്റ് അല്ല, ഞങ്ങൾക്ക് സമയമെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി എടുത്താലും ശരി ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. കാരണം 2025 ഏപ്രിൽ മാസം 19-ാം തീയതി തന്നെ വിധി പറയുമെന്ന് വഖഫ് ട്രൈബ്യൂണൽ പറഞ്ഞപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും സ്റ്റേ വാങ്ങിച്ചു. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ നാളുകളിലും നിയമവിരുദ്ധമായിട്ടാണ് വഖഫ് രജിസ്റ്ററിൽ പെടുത്തിയതെന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും വിധി പറയരുതെന്നും പറഞ്ഞ് സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രശ്നം പെട്ടെന്ന് തന്നെ കഴിഞ്ഞുപോയാനെ. ഇത് ഞങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. അദ്ദേഹം വി ഡി സതീശൻ സാർ മുഖ്യമന്ത്രിയായി വരുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സമരസമിതി ഇപ്പോഴും സജീവമായിട്ട് തന്നെ നിലനിൽക്കുന്നു. സമരം ഞങ്ങൾ നിർത്താൻ കാരണം ഞങ്ങൾ 2 മന്ത്രിമാർ ഇവിടെ വരികയും ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞങ്ങൾ സമരം അവസാനിപ്പിച്ചത്. എങ്കിലും നടത്തിയിട്ടുണ്ട്. പിന്നെ കരടക്കാനുള്ള സംവിധാനം എല്ലാം ചെയ്തു തന്നു. എങ്കിലും കാര്യങ്ങൾ ഒരിടത്ത് എത്തിയില്ല. ഞങ്ങളുടെ റവന്യൂ അവകാശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് സ്ഥാപിച്ച് കിട്ടണ്ടേ, അത് കിട്ടിയില്ല. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വന്ന് ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ജയിച്ചു. കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാർ ഈ ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ആ സംഘടന നിലപാട് ഇത് വഖഫ് ഭൂമി അല്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി സാറും തങ്ങൾ സാറും ഇവരെല്ലാവരും വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാടാണ് ഇവിടെ വന്നേക്കുന്ന നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞിരിക്കുന്ന. അതോടൊപ്പം തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി മോഹൻ സാർ വരെയും ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് വഖഫ് ഭൂമി അല്ല എന്നാണ് ഇന്ന കാരണങ്ങൾ കൊണ്ട്. ഈ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടായാൽ ഇവിടുന്ന് ആളുകൾ പോകുന്നുണ്ടോ? ഞങ്ങളെല്ലാവരും പോകും. ഞങ്ങൾ അതിനുള്ള വണ്ടികൾ ആര് മുഖ്യമന്ത്രി ആയാലും ഞങ്ങൾ പോകും. എല്ലാവരും പോകും.
ഏതായാലും മുനമ്പം പ്രദേശത്തുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെ തുടർന്നു. പ്രത്യേകിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ വളരെ പെട്ടെന്ന് അത് പരിഹരിക്കാം എന്ന് ഉറപ്പ് നൽകിയ തങ്ങളുടെ സ്വന്തം MLA ആകുന്നു എന്നത് തന്നെ. അതുകൊണ്ട് ഈ ഭാഗം വൈപ്പിൻ മണ്ഡലത്തിൽപ്പെടുന്നതാണ് എങ്കിൽ കൂടിയും പറവൂരിൽ നിന്ന് തൊട്ടടുത്ത മണ്ഡലമായ പറവൂരിൽ നിന്ന് ഒരാൾ മുഖ്യമന്ത്രി പദത്തിലേക്കെല്ലാം തന്നെ എത്തുമ്പോൾ അത് തങ്ങൾക്ക് നൽകുന്ന പ്രതീക്ഷ, പ്രത്യേകിച്ച് VD സതീശനാകുമ്പോൾ തങ്ങൾക്ക് വലിയ പ്രതീക്ഷകളാണെന്നാണ് മുനമ്പം സമരസമിതി ഭാരവാഹികൾ പങ്കുവയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.